ഹലോ, വിലു ബാലകൃഷ്ണനാണ്. കമ്പനി സെക്രട്ടറിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സിൻ്റെ ലോ പേപ്പേഴ്സിൽ കോച്ചിങ് ക്ലാസ്സസ് നടത്തുന്നു, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഇപ്പോൾ ഞാൻ വരാൻ കാര്യം, ഈ വരുന്ന ഓഗസ്റ്റ് 27-ാം തീയതി, അതായത് ഓഗസ്റ്റ് 27, 2025 ഒരു പുതിയൊരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എവിടെ നിന്നുള്ളവർക്ക് ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. കേരളത്തിൽ നിന്നല്ല, മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഇത് അറ്റൻഡ് ചെയ്യാം. കാരണം ഈ ക്ലാസ് കൂടുതലും മലയാള ഭാഷയിലാണ് കൂടുതലും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷ് ഉണ്ടാവും, എങ്കിൽ മലയാള ഭാഷയിലാണ് കൂടുതലും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ് CSൻ്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലെ എല്ലാ ലോ പേപ്പേഴ്സും CS പ്രൊഫഷണൽ പ്രോഗ്രാമിൻ്റെ എല്ലാ ലോ പേപ്പേഴ്സിനും ക്ലാസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ പറയുന്ന വീഡിയോയിൽ തന്നെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ അവൈലബിൾ ആണ്. അതിൽ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പൊതുവേ പഠിപ്പിക്കുന്ന ഒരു രീതി, എൻ്റെ ഒരു രീതി നേരത്തെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. യൂട്യൂബിൽ തന്നെ ബിലു ബാലകൃഷ്ണൻ എന്ന് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഒരു 160ഓളം വീഡിയോസ്, ക്ലാസ്സിൻ്റെ വീഡിയോസ് ഉണ്ട്. താല്പര്യമുള്ളവർ അത് കേൾക്കുക. അതേ ഒരു സ്റ്റൈലിലായിരിക്കും പുതിയ ക്ലാസ് എടുക്കുന്നത്. കൂടുതലും സെക്ഷൻസ് ഓറിയൻറ്റഡ് ആയിട്ടും കേസ് ലോസ് ഓറിയൻറ്റഡ് ആയിട്ടും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടും അറിയായിരിക്കും. കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സ് ഇപ്പോൾ പൊതുവെ കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫാണല്ലേ. അതിന് കാരണം എന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചോദിക്കുന്നത്. പൊതുവേ കുട്ടികൾ ചെയ്യുന്നത് വെച്ചാൽ റാൻഡമായിട്ട് വായിച്ചിട്ട് പോവുക, വളരെ സെലക്റ്റീവായിട്ട് പഠിച്ചിട്ട് പോവുക, അങ്ങനെ ചെയ്യില്ല. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ലോ എടുക്കുന്നുണ്ടെങ്കിൽ പൊതുവേ കുട്ടികൾ പഠിക്കാത്ത ഏരിയയിൽ നിന്നായിരിക്കും കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കോർ ഏരിയാസ് മാത്രം പഠിച്ചിട്ട് പോയെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അത്രത്തോളം എഫക്റ്റീവായി പാസ്സായിക്കൊള്ളുന്നില്ല. പാസ് പെർസെൻറ്റേജും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതിന് ഏറ്റവും ആവശ്യം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റിയിൽ നിന്നും, അല്ലെങ്കിൽ നല്ലൊരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനി സെക്രട്ടറിയിൽ നിന്നും അത് കേട്ട് പഠിക്കുകയും അതിനെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുകയും മോക്ക് ടെക്സ്റ്റ് പേപ്പേഴ്സ് അല്ലേ, ഒരു മോഡൽ ടെക്സ്റ്റ് പേപ്പേഴ്സ് എഴുതി അത് ഒരാൾ വാലുവേറ്റ് ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ളൊരു ഓരോ ടെക്സ്റ്റ് പേപ്പറും അത്രത്തോളം ഒരു പർട്ടിക്കുലർ സിലബസ് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് പേപ്പർ ഇടുകയും അത് ഇവാലുവേറ്റ് ചെയ്യും. അതിലുള്ള പോരായ്മകളും പ്ലസ് പോയിൻറ്റ്സും നിങ്ങൾക്കത് പറഞ്ഞു തരും, മനസ്സിലാക്കുകയും ചെയ്യും. ഒരു 3000-ഓളം കുട്ടികളുണ്ട് എനിക്ക് കേരളം മുഴുവനും. എത്രയോ കുട്ടികൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട്. ഇപ്പോൾ വീണ്ടും റെഗുലർ ക്ലാസ് സജീവമായിട്ട് എടുത്തു തുടങ്ങാനുള്ളൊരു തീരുമാനത്തിലാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഓഗസ്റ്റ് 27-ാം തീയതി പുതിയ ബാച്ച്, വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ ഞാൻ ലിമിറ്റഡ് സീറ്റ്സ് എന്നൊക്കെ പറയും, വേറൊന്നുമല്ല, പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കൊടുക്കാനായിട്ട് പുതിയ വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ഞാനൊരു ബാച്ചിൽ അക്കോമഡേറ്റ് ചെയ്യാറുള്ളൂ. എല്ലാവർക്കും വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് അവരവരുടെ പ്ലസും മൈനസും മനസ്സിലാക്കിക്കൊണ്ട് അവരെ കുറിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് മോഡൽ ടെസ്റ്റ് പേപ്പറും സിലബസ് 100% സിലബസും ഓരോ പേപ്പറിലും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും എൻ്റെ അപ്രോച്ച്. നേരത്തെ പറഞ്ഞ കൂടുതലും സെക്ഷനും കേസ് ലോയും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ അപ്രോച്ചിലായിരിക്കും നമ്മൾ പുതിയ ഈ ബാച്ച് നടത്തുന്നത്. ഈ നമ്പറിൽ, ഇതിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് അടുത്ത ഈ വരുന്ന ബാച്ചിലെ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ഉടനെ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.